ഇക്ബാൽ അറക്കൽ തോറ്റുവെന്ന് മാത്രമല്ല നല്ലതുപോലെ വോട്ട് കുറഞ്ഞുള്ള തോൽവിയാണ്. അതിൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കമുള്ള പാളിച്ചകൾ പരസ്യമായി ഉന്നയിക്കുന്നതിലേക്ക് നേതാക്കളിൽ പലരും എത്തുന്നത് നമ്മൾ കാണുന്നു. പലരും രഹസ്യമായും പറയുന്നു. ആ രീതിയിൽ BJPക്കുള്ളിൽ പാലക്കാട്ട് സംഭവിക്കുന്നത് എന്താണ് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം? സുജയ, BJP പാലക്കാട് മണ്ഡലം അവരുടെ A ക്ലാസ് മണ്ഡലമായി കണക്കാക്കിയിരുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് BJPക്ക് 10,000-ൽ പരം വോട്ടുകൾ കുറഞ്ഞുകൊണ്ടുള്ള ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നേതൃത്വത്തിൻ്റെ പാളിച്ചകൾ, അതുപോലെ തന്നെ നേതൃത്വത്തിൻ്റെ വീഴ്ചകളാണ് ഇത്തരത്തിലൊരു തോൽവിക്കും തിരിച്ചടിക്കും കാരണമെന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും ആരോപണങ്ങളും ഇപ്പോൾ ഉയരുന്നത്. സ്ഥാനാർത്ഥി നിർണയം മുതൽ സന്ദീപ് വാര്യരെ കൂടെ നിർത്തുന്നതിൽ വരെ നേതൃത്വത്തിന് വലിയ രീതിയിലുള്ള പാളിച്ചകൾ സംഭവിച്ചു. അതാണ് ഇത്തരത്തിലൊരു വലിയ തോൽവിയിലേക്ക് BJPയെ എത്തിച്ചതെന്നാണ് ഇപ്പോൾ നേതാക്കൾ ആരോപിക്കുന്നത്. പ്രധാനമായും സംസ്ഥാന നേതൃത്വത്തിനെതിരെയാണ് ഇപ്പോൾ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്നത്. C കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് പാളിച്ച പറ്റി. വിജയ സാധ്യതയുള്ള നിരവധി നേതാക്കളും പ്രവർത്തകരും പാലക്കാട് തന്നെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ ഉണ്ടായിരുന്നു. അവരെ പാലക്കാട്ടേക്ക് എത്തിക്കുന്നതിന് പകരം തുടർച്ചയായി C കൃഷ്ണകുമാറെ പാലക്കാട് പരീക്ഷിച്ചത് അത് പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിലൊരു ഭിന്നതയുണ്ടാക്കി. മാത്രമല്ല, പാലക്കാട് നഗരസഭയ്ക്കെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അത് പാലക്കാട്ടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചു. നഗരസഭയ്ക്ക് അല്ലെങ്കിൽ നഗരസഭയുടെ പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിലൊരു എതിർപ്പ് പാലക്കാട് ഉണ്ടായിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണമായിരുന്നു ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ. പക്ഷേ അതൊന്നും കൃത്യമായി തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ പ്രതിഫലിച്ചില്ല. അതാണ് ഇത്തരത്തിലൊരു തിരിച്ചടിക്ക് കാര്യങ്ങൾ എത്തിച്ച്. അതിനോടൊപ്പം തന്നെ തരൂർ സുരേന്ദ്രൻ പോലുള്ള നേതാക്കൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പറയുന്നത് ജില്ലാ നേതൃത്വത്തിനും കൃത്യമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചു. കാരണം പ്രവർത്തകരെ ഏകോപിച്ച് മുന്നോട്ട് പോകുന്നതിൽ ജില്ലാ നേതൃത്വം വലിയ രീതിയിലൊരു പരാജയം ജില്ലാ നേതൃത്വത്തിന് ഉണ്ടായി. സന്ദീപ് വാര്യരെ പിടിച്ചു നിർത്താൻ ജില്ലാ നേതൃത്വം ശ്രമിക്കണമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ശ്രമങ്ങളൊന്നും ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. പക്ഷേ ഏതായാലും എല്ലാ ഈ ഒരു വീഴ്ചയും അതുപോലെ തന്നെ പാളിച്ചകളും സംസ്ഥാന നേതൃത്വത്തിനെയും അതുപോലെ തന്നെ ജില്ലാ നേതൃത്വത്തിൻ്റെയും മേലെ പഴിചാരിക്കൊണ്ട് ഈ ഒരു തിരിച്ചടിയെ മറനീക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്കാണ് ഇപ്പോൾ ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾ കടന്നിരിക്കുന്നത്. ഏതായാലും ജില്ലയിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു തിരിച്ചടി, അതും വലിയ രീതിയിലൊരു തോൽവി, അത് ഗൗരവമായി തന്നെയാണ് BJPയുടെ നേതാക്കൾ കാണുന്നത്. ഏതായാലും ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ ആർക്കാണോ വീഴ്ച സംഭവിച്ചത് അവർക്കെതിരെ കൃത്യമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്താനാണ് ഒരു വിഭാഗം നേതാക്കൾ ജില്ലാ തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്.